സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2-ൻ്റെ അതിലെ 18ാമത്തെ എപ്പിസോഡാണ്. സോ അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 38 ആണ്. സോ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നേക്ക്. സോ നമുക്ക് നേരെ ബ്ലീച്ചിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടങ്ങുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ സാധു ആണെങ്കിൽ അവൻ്റെ ഫുൾ പവർ എടുത്തിട്ട് ക്യാപ്റ്റനെ അടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ അത് ഡോട്ട് ചെയ്തിട്ട് നമ്മുടെ സാധുവിനെ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്ത് വെട്ടി തറയിലിടുകയാണ്. സോ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ സാധുവിനെ വെട്ടിയിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് വിഷമത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയത്തായിരുന്നു ക്യാപ്റ്റൻ ക്യൂറാക്കുവിന്റെ ലെഫ്റ്റ് ഹാൻഡർ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഐസൺ മരിച്ചെന്നുള്ള കാര്യം നമ്മുടെ ക്യാപ്റ്റനോട് പറയുകയാണ്. സോ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്, അതൊരു സാധാരണ മരണമല്ല. ഇതേ സമയം തന്നെ അവൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സാധുവിക്ക് ജീവനുള്ളത് പോലെ തന്നെ അവൾക്ക് തോന്നുകയാണ്. സോ അവസാനത്തെ അടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ പവർ അവൾ കയ്യിലേക്ക് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധുവിനെ ഇപ്പോൾ അവൾ കൊല്ലുവിടാന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ക്യാപ്റ്റൻ വന്ന് പറയുന്നത്, ഹേ ലേഡി, മൈൻഡ് യുവർ ബിസിനസ്. ഞാനാണ് ഡിഫീറ്റ് ചെയ്തത്. അഥവാ എനിക്ക് ഇവനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവനെ നേരത്തെ തന്നെ കൊന്നേനെ. എന്നാൽ ഇവനാണെങ്കിലോ ഇനി ക്യാപ്റ്റൻ ഐസനെ കൊന്നതെന്ന് അവൾ നമ്മുടെ ക്യാപ്റ്റനോട് ചോദിക്കുക കാരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവനാണ് കൊന്നതെന്നുള്ള ഒരു തെളിവുമില്ല എന്ന് നമ്മുടെ ക്യാപ്റ്റൻ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സെറാക്കി ഇച്ചിഗോയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒരുപാട് അധികം കഷ്ടപ്പെടുന്നുണ്ട് സെറാക്കിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി. നമ്മുടെ സെറാക്കി ആണെങ്കിൽ ഇച്ചിഗോനെ അടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അതെങ്ങനെങ്കിലും ഒക്കെ ഒന്ന് ഡീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിന് അത്രയും പവർഫുൾ ഒന്നും അല്ല, എന്നാലും നീ കുഴപ്പമില്ലാത്ത രീതിയിൽ പവർഫുൾ ആണെന്ന് ക്യാപ്റ്റൻ സെറാക്കി നമ്മുടെ ഇച്ചിഗോനോട് പറയുന്നു. അവൻ്റെ സ്പിരിച്വൽ പവർ എല്ലാം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ക്യാപ്റ്റൻ സെറാക്കിയുടെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ മനസ്സിൽ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ മോൺസ്റ്ററിനെ തോൽപ്പിക്കുന്നത്? അയാൾ വളരെയധികം പവർഫുൾ ആണ്. ഞാൻ എൻ്റെ ഫുൾ പവർ എടുത്തിട്ട് എൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് അയാളെ വെട്ടാൻ നോക്കിയിട്ടും അയാളുടെ ദേഹത്ത് എനിക്കൊരു ചെറിയ മുറിവ് പോലും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ എങ്ങനെ എനിക്ക് അയാളെ തോൽപ്പിക്കാൻ സാധിക്കും? അങ്ങനെ നമ്മുടെ ഇച്ചിഗോണെങ്കിൽ സ്പിരിച്വൽ പവർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ശ്വാസം വിടാവടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചു വന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇച്ചിഗോയ്ക്ക് സാധുവിൻ്റെ സ്പിരിച്വൽ പവർ എൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ വളരെയധികം നല്ല രീതിയിൽ തന്നെ വിഷമിക്കുന്നുണ്ട്, അതുപോലെ എന്നെ പേടിക്കുന്നുണ്ട്. സാധു മരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ സാധോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാക്കിയാണ് സാധോ ഒരുപാടധികം മുറിവുകൾ പറ്റി ബോധം കെട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചിട്ടില്ല, അവൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് തന്നെ സ്പിരിച്വൽ എനർജി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് കുറച്ച് സമാധാനമാവുകയാണ്. എനിക്ക് വേണ്ടി അവിടെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധോ, ഇഷിത, ഒർഹിമി, യൊറിച്ചി, ഗാച്ചു, ഹനാത്രോ ഇവരെല്ലാവരും എനിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ ഫുൾ പവർ എടുത്തിട്ട് നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരികയാണ്. പിന്നീട് കാണിക്കുന്നത് മരിച്ചു കിടക്കുന്ന ഐസന്റെ ഡെഡ് ബോഡി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോഡ് 4ന്റെ ക്യാപ്റ്റനെയാണ്. സോ ക്യാപ്റ്റൻ പറയുകയാണ്, ഐസന്റെ ഹാർട്ട് ആണെങ്കിൽ മുഴുവനായിട്ട് തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഐസൺ ഒരുപാടധികം വേദന അനുഭവിച്ചാണ് മരിച്ചതെന്ന് ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്നിരുന്ന 2 ക്യാപ്റ്റൻസും അവിടെ നിന്ന് പോവുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ 2 സ്ക്വാഡ് ലൂട്ടനൻസ് അങ്ങോട്ട് വരികയാണ്. ക്യാപ്റ്റൻസിനെയൊക്കെ ലാസ്റ്റ് ഫൈറ്റ് എന്തുവാണ് അവരോട് ചോദിക്കുന്നു. സോ ഇത് കണ്ട ക്യാപ്റ്റൻ തോഷിൻ പറയുകയാണ്, ഞാനിനി ഇവിടെ നിന്ന് ഒരിക്കലും സമയം കളയുന്നില്ല, എനിക്ക് ഈ ഫൈറ്റ് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുകയാണെന്ന് ആ ക്യാപ്റ്റൻ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് സമ്പത്ത് യൂസ് ചെയ്തിട്ട് സെറാക്കിനെ ആക്രമിക്കാൻ വരും നമ്മുടെ ഇച്ചിഗോനെയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ സെറാക്കിയുടെ ദേഹത്ത് ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കുകയാണ്. ഡിഫൻസ് പോയ സമയത്ത് നീ കറക്റ്റ് ആയിട്ട് തന്നെ വെട്ടി ഇച്ചിഗോ എന്ന് നമ്മുടെ സെറാക്കി ഇച്ചിഗോനോട് പറയുന്നു. സോ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇപ്പം ചെറുതായിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. മുറിവ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ്. നീ കുഴപ്പമില്ല, നീ അത്യാവശ്യം പവർഫുള്ളാ, ഇത് അത്യാവശ്യം ഫണ്ണായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ സെറാക്കിനെ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സെറാക്കി അതങ്ങ് തടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, നീ ഫൈറ്റിന് തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് നിന്റെ ദേഹം മുറിക്കാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന്. ഇപ്പം ഞാൻ നിന്റെ ദേഹം മുറിച്ച് കാണിച്ചില്ലേ? കേട്ട ദേഷ്യം വന്ന് നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ ഇച്ചിഗോ അത് തടുക്കൂടാന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് സെറാക്കി ആണെങ്കിൽ ഇച്ചിഗോന്റെ സമ്പത്ത് തുളച്ചിട്ട് ഇച്ചിഗോന്റെ ഹൃദയമുള്ള സ്ഥലത്തേക്ക് അവന്റെ സമ്പത്ത് കുത്തി ഇറക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇപ്പോൾ മര്യാദയ്ക്ക് ശ്വാസം പോലും വലിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത്രയ്ക്ക് ഫണ്ണൊന്നും അല്ലായിരുന്നു. എൻ്റെ 5% പവർ പോലും ഞാൻ ഇവിടെ ഉപയോഗിച്ചില്ല. ഇതേ സമയം തന്നെ വലിയൊരു മുറിവേറ്റ് മരിക്കാൻ കിടക്കുന്ന ശ്വാസം കിട്ടാത്ത നമ്മുടെ ഇച്ചിഗോനെയാണ് കാണിക്കുന്നത്. ചോരയിൽ ഒലിച്ച് തറയിൽ കിടക്കുകയാണ് നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കും,
വിചാരിക്കുകയാണ് സെനാക്കി എന്നെക്കാട്ടിൽ ഒരുപാടധികം പവർഫുള്ളാണ്. എനിക്ക് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? അങ്ങനെ ഒരുപാടധികം പവർഫുള്ളാണ്. അതേസമയം തന്നെ ഫൈറ്റിൽ നിന്ന് ഒരുപാടധികം എൻ്റർടൈൻമെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ സെനാക്കി ആണെങ്കിൽ ഇച്ചിഗോൻ്റെ അടുത്ത് നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ഇതാണോ എൻ്റെ അവസാനം? ഒരിക്കലുമല്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ തോപ്പിച്ച് അവരുടെ അടുത്തേക്ക് പോയി. എന്നാൽ നമ്മുടെ ഇച്ചിഗോയ്ക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. എനിക്കൊരു ചാൻസും കൂടെ തരണേ. സമയം തന്നെ മരിക്കാറായി കിടക്കുന്ന നമ്മുടെ ഇച്ചിഗോൻ്റെ അടുത്തേക്ക് ഇച്ചിഗോൻ്റെ സംബത്തുവിൻ്റെ സ്പിരിറ്റ് കടന്നു വരികയാണ്. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2-ൻ്റെ 18ാമത്തെ എപ്പിസോഡ്, അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 38 അവസാനിക്കുന്നത്. നമ്മുടെ ബ്ലീച്ചിലാണെങ്കിൽ ഇച്ചിഗോ മരിക്കാറായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഇച്ചിഗോ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബ്ലീച്ചിൽ? ഇച്ചിഗോ മരിക്കുമോ ഇല്ലയോ? കാത്തിരുന്ന് കാണുക. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ. പിന്നെ കുറച്ച് ലേറ്റ് ആയി പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഇന്ന് ഞാൻ ഒരു എപ്പിസോഡും കൂടി ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാവുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ പനി പിടിച്ച് വരുന്നുണ്ട്. സോ അഥവാ ഞാൻ ഇടയ്ക്ക് വല്ല വീഡിയോ ഇടാതിരുന്നെങ്കിൽ സോറി ഗൈസ്, എനിക്ക് പനിയായിരിക്കും. എനിക്ക് പനി പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. എൻ്റെ സൗണ്ടൊന്നും അത്രയ്ക്ക് ക്ലിയർ ഒന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.